പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചെമ്പുപാളി വിവാദത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ നീണ്ടുനിന്നു. ശേഷം വിട്ടയക്കുകയായിരുന്നു. 2019 ചെമ്പുപാളി വിവാദം ഉണ്ടാകുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു എൻ വാസു. മാനേജർ മുരാരി ബാബു തയ്യാറാക്കിയ വ്യാജ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്കായി നൽകിയത് വാസുവായിരുന്നു. വാസുവിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 10 വരെയാണ് റാന്നി കോടതിയിൽ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം വാതിലിൽ പാളിയിൽ സ്വർണ്ണമുണ്ടെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിലെത്തിച്ച സ്വർണം വേർതിരിച്ച മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്ന ഒരു കാര്യമാണ് വാതിൽപ്പാളിയിൽ സ്വർണ്ണമുണ്ടെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിന് ഒപ്പം തന്നെ ഈ ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയിലെ പാളികളിലും സ്വർണം ഉണ്ടായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. ഈ സ്വർണവും ചെന്നൈയിൽ തന്നെ കൊണ്ടുപോയാണ് വേർതിരിച്ച് എടുത്തത് എന്നുള്ളതാണ് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല, വിശ്വാസവഞ്ചനയാണ് ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. അത് ചെമ്പാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കൊണ്ടുപോയത്. വിശ്വാസവഞ്ചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട്. അതുകൂടാതെ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന വകുപ്പ് കൂടി ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. അതായത് മറ്റു പ്രതികളുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഈ ശ്രീകോവിൽ വാതിൽപ്പടിയിലെ സ്വർണ്ണമോഷണത്തിൽ മായി ബന്ധപ്പെട്ട കേസിൽ രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. അന്വേഷണ സംഘം കസ്റ്റഡിയിൽ അപേക്ഷ നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മാസം 10 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി വിശദമായ ചോദ്യം ചെയ്യലുള്ള അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. നമുക്കറിയാം, ഇന്നിപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ അടക്കം SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടുകൂടി ഈ ശബരിമലയിലെ മൊത്തം സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ മുന്നോട്ട് പോകാനും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നേരത്തെ ഈ മാസം 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. അതിനിടയിൽ കർണാടകയിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിലാണ് ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് കരുതപ്പെടുന്ന സ്വർണം ഈ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഏതായാലും ഇനിയും അതിൽ കൂടുതൽ തെളിവുകൾ അടക്കം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാതിൽപ്പാളിയിലെ സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏതായാലും വിശദമായി തന്നെ ഈ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനും കൂടുതൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകാനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മാസം 10 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അതിനിടയിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞുകൊണ്ട്, അതായത് സ്വർണം ഇതിലുണ്ട്, ഈ കട്ടിലപ്പടിയിലെ പാളിയിൽ സ്വർണ്ണമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പൂശാനായി കൊണ്ടുപോയത്. അത് വീണ്ടും ചെന്നൈയിൽ എത്തിച്ച അതിലെ സ്വർണം വേർതിരിച്ചെടുത്തു. മാത്രമല്ല, ഇതിലൊരു വലിയ ഗൂഢാലോചന നടത്തി. ഈ കേസിലെ മറ്റു പ്രതികളുമായി ചേർന്നാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതെന്നുകൂടി പറയുകയും ചെയ്യുന്നു. ശരി, വ്യക്തമാണ്. ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 4ാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു.
ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 4ാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചില്ല. സെഷൻസ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസിലെ എൻസൈറ്റി അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രതി കോടതിയെ സമീപിച്ചത്. ക്രമക്കേട് നടന്നിട്ടില്ലെന്നും നിരപരാധിയാണെന്നുമാണ് ഹർജിക്കാരിയുടെ വാദം. ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്.